പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് നൽകിയിരുന്ന ബ്രെഡും പാലും വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ LDF കൗൺസിലർമാർ നടത്തിവരുന്ന സമരം 2ാം ദിവസത്തിലേക്ക്. ജൂൺ 16-ന് ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ബ്രെഡും പാലും നിർത്തലാക്കാൻ തീരുമാനമെടുത്തത്. തീരുമാനം പിൻവലിക്കാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്ന് കൗൺസിലർമാരുടെ മുന്നറിയിപ്പ്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് നൽകിയിരുന്ന ബ്രെഡും പാലും വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 2ാം ദിവസവും തുടർന്നു. കഴിഞ്ഞ ജൂൺ 16-ന് ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് കിടപ്പ് രോഗികൾക്ക് നൽകിവന്ന ബ്രെഡും പാലും വിതരണം നിർത്തലാക്കാൻ തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിനെതിരെ LDF കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് രോഗികൾക്ക് ബ്രെഡ്, പാൽ, മുട്ടായി എന്നിവ വിതരണം ചെയ്യാനുള്ള ചുമതല ഇടതുപക്ഷ കൗൺസിലർമാർ താൽക്കാലികമായി ഏറ്റെടുത്തിരുന്നു. ആശുപത്രി അധികൃതർ എത്രയും വേഗം വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇടതുപക്ഷ കൗൺസിലർമാരായ KP റെജിമോൻ, VP ബാബു, അജി C പണിക്കർ, ലത സുകുമാരൻ, ഹൈറുനിസ നസീർ, KB നൌഷാദ്, എൽദോസ് വീണമാലി, VO ചെറിയാൻ, ബീന രാജൻ, സബീന നിഷാദ്, ഗസല സിറാജ് എന്നിവരാണ് കഴിഞ്ഞ 2 ദിവസമായി രാവിലെ മുതൽ ഉച്ചവരെ നഗരസഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അനുകൂല തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ കിടപ്പ് രോഗികളായി മാറുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നൽകി വന്നിരുന്ന ബ്രെഡും പാലും നിർത്തലാക്കുവാനാണ് ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷതയുടെ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചത്. അത് ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണേണ്ട ഒന്നല്ല. അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിട്ട് ഇന്ന് 6 ദിവസം പിന്നിട്ടു. ഈ വിഷയം HMC എടുത്ത തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിക്കണമെന്ന് മുനിസിപ്പൽ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ആ തീരുമാനം മുനിസിപ്പൽ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യാതെ അത് മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചതായി ചെയർപേഴ്സൺ സൈൻ ചെയ്തു കൊടുത്തതിനെ തുടർന്നാണ് ആ തീരുമാനം നടപ്പിലാക്കിയതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ മുനിസിപ്പൽ കൗൺസിലിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചെയർപേഴ്സൺ അമിത അധികാരം ഉപയോഗിക്കുകയാണ്. ഇത് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രിയിൽ ബ്രെഡും പാലും കൂടുതലായി മുട്ടയും കൂടി പോഷകാഹാര വിതരണം ഇന്ന് 3ാം ദിവസത്തിലേക്ക് പിന്നിടുകയാണ്. ഇവർ എന്ന് ഈ ജനവിരുദ്ധ തീരുമാനം പിൻവലിച്ച് ഇത് ഭക്ഷണ വിതരണം പുനരാരംഭിക്കുന്നോ അന്നുവരെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ ഭക്ഷണ വിതരണം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ കൗൺസിൽ യോഗം വിളിക്കുന്ന അന്നുവരെ ഈ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരവുമായി പോകാനാണ് LDF പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നാളെയും രാവിലെ 10 മണി മുതൽ ഈ സമരം ഈ കാർപോർച്ചിൽ മുനിസിപ്പൽ ഓഫീസിന്റെ മുമ്പിലുണ്ടാകും. എല്ലാ ദിവസവും ഇങ്ങനെ സമാധാനപരമായി കൗൺസിലർമാർ 11 പേര് ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് തിരിഞ്ഞു പൊക്കോളുമെന്നാണ് UDF നേതാക്കളും ഭരണവിഭാഗവും ധരിക്കുന്നതെങ്കിൽ ഈ 11 പേരുടെ പിന്നിൽ വലിയ ഒരു പ്രസ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. മുനിസിപ്പൽ ഓഫീസ് ഇവിടെ തുറന്നു വയ്ക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ LDF നിർബന്ധിതമാകും. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇപ്പൊ 2ാം ദിവസമാണ് ഇന്ന് സമരം ഇവിടെ ഉൾക്കൊണ്ടുപോകുന്നത്. നാളെയും തുടർന്നും ഞങ്ങൾ ഈ സമരം ഉൾക്കൊണ്ടുപോകും. കാരണം ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ജയിപ്പിച്ചു വിട്ടത്. അതുപോലും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ചെയർപേഴ്സൺ മറന്നുപോകുന്നു. ഇതൊരിക്കലും ഒരു പാർട്ടിപരമായിട്ടും ഒന്നല്ല. ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം. അതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യം. ഇനിയും ഞങ്ങൾ നാളെയും തുടർന്നും സമരം തുടർന്നു കൊണ്ടുപോകും. അവർക്ക് കൊടുക്കേണ്ട ഈ പാലും മുട്ടയും എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അത് കൊടുക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.